ശ്രീ ജമാലുദ്ദീൻ മൗലവി, ആഗോള ഭീകരവാദത്തിന് എന്നും കുട പിടിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാന് ഒരു മറുപടി കൊടുത്തു. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി 26 നിസ്സഹായരായിട്ടുള്ള നിരായുധരായിട്ടുള്ള വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. അത് നമുക്കറിയാം, മതം ചോദിച്ചുള്ള കൂട്ടക്കൊല തന്നെയായിരുന്നു. കലീമ ചൊല്ലാത്തവരെ മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. അത്രയും ഹീനമായിട്ടുള്ളൊരു കൊലപാതകം. ബ്രിഗേഡിയർ നീഷെ ബാലൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് അതേ പ്രതീക്ഷിക്കാൻ പറ്റൂ. കാരണം വിവേകശൂന്യമായിട്ടുള്ള പെരുമാറ്റമാണ് എന്നും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഭീകരർ ഇടപെട്ട് നടത്തിയ ആ കൂട്ടക്കൊലയ്ക്ക് മറുപടിയായിട്ട് പാകിസ്ഥാനിലെ 9 ഭീകരരുടെ താവളങ്ങൾ ആണ് ഹിറ്റ് ചെയ്തത് ഭാരതം, അല്ലേ? സ്വാഭാവികമായി അവിടെ അത് അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടിച്ചത് എങ്ങനെയാണ്? ജനവാസ മേഖലകൾ ലക്ഷ്യം വെച്ച്, അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച്, ഭാരതത്തിലെ 36 നഗരങ്ങൾ കേന്ദ്രമാക്കിയുള്ള ആക്രമണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ഉന്നത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് സിവിലിയൻ വിമാനങ്ങളെ മനുഷ്യ കവചമാക്കി എന്നുള്ളതാണ്. ദോഹയിൽ നിന്ന് ലാഹോറിലേക്ക് വരുന്ന ഒരു വിമാനം, അതിൻ്റെ റൂട്ട് പോലും മാറ്റാതെ അവിടെ, അഥവാ അങ്ങനെ ഭാരതത്തിൽ നിന്നുള്ള ആ മിസൈലുകൾ കൊണ്ട് ആ വിമാനം തകർക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭാരതത്തിൻ്റെ തലയിൽ വെച്ച് കിട്ടുക. ഈ യാത്രാ വിമാനത്തിന് നേരെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ഉയർത്തിപ്പിടിച്ച് വലിയ മനുഷ്യാവകാശ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരിക, ആഗോളതലത്തിൽ അത് ചർച്ച ചെയ്യുക. മാത്രമല്ല, ഭാരതത്തിലെ തന്നെ ചില മതസ്ഥാപനങ്ങൾക്ക് നേരെ ഭാരതം ആക്രമണം നടത്തുന്നു എന്ന രീതിയിലുള്ള കള്ളപ്രചരണം നടത്തുന്നു. അതായത് ഗുരുദ്വാരയ്ക്ക് നേരെയുള്ള ആക്രമണം. പാകിസ്ഥാനാണ് ആക്രമണം നടത്തിയത്, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഭാരതത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക. അങ്ങനെ അത്യന്തം ഹീനമായിട്ടുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്, അല്ലേ? ഇന്നലത്തെ ആക്രമണം തന്നെ നോക്കൂ. അതിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ ആക്രമണത്തിന് മുതിരില്ല, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. പക്ഷേ ഇന്നും ആക്രമണത്തിന്, സൈനിക ഇടപെടലിന് കോപ്പ് കൂട്ടുന്നു എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. നമ്മൾ മനുഷ്യസ്നേഹികൾ, ലോകസമാധാനത്തിന് കാംക്ഷിക്കുന്ന നമ്മളെപ്പോലുള്ളവർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ശ്രീ മൗലവി. ആദ്യം എനിക്ക് പറയാനുള്ളത്, മുൻ കരസേന മേധാവി എൻ ബാലൻസ് ആർ എ ബിഗ് സല്യൂട്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം ഈ ബൈറ്റിൽ വളരെ വ്യക്തമായ രീതിയിലൊരു പ്രതിവാദം നടത്തുകയുണ്ടായി. അതായിരിക്കണം നമ്മുടെ ബൈറ്റ്. അതല്ലാതെ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ വർഗീയപരമായ ചേരിതിരിവോടുകൂടിയുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങളൊന്നും അല്ല അവിടെ ആവശ്യം. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തീർത്തും നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥയും നമുക്കറിയാം. കാരണം ഇന്ന് വളരെ ദരിദ്രമായ രീതിയിൽ, ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു, 1 കിലോ അരിക്ക് 340 രൂപയാണ് വിലയെന്ന്. അടിയന്തരാവസ്ഥയുടെ സാഹചര്യമാണ് അവിടെ. എന്തുകൊണ്ടാണത് അങ്ങനെ വന്നത്? ആ രാജ്യത്തെ ഭരണകർത്താക്കളുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസൃതമായ ഭരണമാണ് അവിടെ. ജനാധിപത്യം എന്ന് പറയാൻ കഴിയില്ല. പട്ടാള അട്ടിമറികളിലൂടെ പല ഘട്ടങ്ങളിലും അവിടെ ഭരണങ്ങൾ മാറി മാറി വരുന്നത് നമ്മൾ കണ്ടവരാണ്. സാമ്പത്തികപരമായ രീതിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ അധപതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാകിസ്ഥാനിൽ നിന്നും എന്നും എക്കാലവും നമ്മുടെ രാജ്യത്തിന് അവരുടെ ഭാഗത്തുനിന്ന് തീവ്രവാദവും എല്ലാ സമയവും നാം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പാകിസ്ഥാൻ ഇപ്പോൾ എടുത്ത തീരുമാനം അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയാൻ പറ്റും. കാരണം ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇത്ര വലിയൊരു സൈനിക ശക്തിയായ, ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ 5ാമത്തെ സൈനിക ശക്തി എന്നാണ് പറയുന്നത് നമ്മൾ, ആ സൈനിക ശക്തിയായ നമ്മുടെ രാജ്യവുമായി യുദ്ധത്തിന് ഒരു കാരണവശാലും അവർ തയ്യാറെടുക്കാൻ പാടില്ലായിരുന്നു. അവർ ചെയ്ത വിഡ്ഢിത്തരമാണത്. ഇതിന് കൃത്യമായ മറുപടി
നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്, തത്സമയം നൽകുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. മാത്രമല്ല, തീവ്രവാദത്തെ പാകിസ്ഥാൻ ഒന്ന് ചിന്തിച്ചാൽ മതിയാമായിരുന്നു. പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെയുള്ള മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും ആ രാജ്യത്തിന് തന്നെ, അത് പാകിസ്ഥാന് തന്നെ വിനാശകരമായിക്കൊണ്ടിരുന്ന ആ തീവ്രവാദ ഗ്രൂപ്പുകളെ, തീർച്ചയായും ആ ഗ്രൂപ്പുകളെ നല്ലൊരു ശതമാനം ഗ്രൂപ്പ് നേതാക്കന്മാരെ അവരെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ ഈ ഇന്ത്യയുടെ, നമ്മളുടെ ഭാരതത്തിൻ്റെ ഈ കടന്നാക്രമണം കൊണ്ട്, പ്രതിരോധം കൊണ്ട്, അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവർക്കും അതൊരു നേട്ടമായിരുന്നു. പക്ഷെ അതിന് പകരം അവർ നമുക്കെതിരെ വീണ്ടും ആക്രമിക്കാൻ വന്നത് അവർ ചെയ്ത വിഡ്ഢിത്തരം. ഞാൻ പറയുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിശ്ചയമായും അതിനെ തുടച്ചു നീക്കണം. ഇന്ത്യക്കെതിരെ വരുന്ന ശത്രുത ഏതൊരു ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ. ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ നുസ്രത്ത് ജഹാനും ഉണ്ടല്ലോ, കേൾക്കണമല്ലോ. നുസ്രത്ത് ജഹാനെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പഠിച്ചത്? നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുകയും ചെയ്യുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കഅബ, വിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന ആ മണ്ണിൽ നിന്ന് പോലും നമ്മുടെ പിറന്ന മണ്ണിനെതിരെ ഒരു അക്രമമുണ്ടായാൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തൊരു പ്രതിഷേധമുണ്ടായാൽ നാം എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് നുസ്രത്തെ നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വേദഗ്രന്ഥങ്ങൾ, നമ്മുടെ മതഗ്രന്ഥങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പിറന്ന മണ്ണിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത് ഷഹീദിൻ്റെ കൂലി എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തേ നമ്മൾ അങ്ങനെ പഠിക്കുന്നു? അപ്പോൾ പാകിസ്ഥാൻ നമുക്ക് വലുതാണോ? അല്ല. പാകിസ്ഥാനോ ബംഗ്ലാദേശോ നമ്മുടെ അതിർ രാജ്യങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഇനി ചൈന പോലും നമ്മളെ നേരിടാൻ വന്നാൽ അതിനെതിരെ ശക്തമായ നിലപാടോടുകൂടി നേരിടുന്ന നിലപാടാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ളതെന്ന് പറയാൻ എനിക്ക് തൻ്റെ അടുത്തോട് പറയാൻ സാധിക്കും. കാരണം നാളെ രാജ്യം ആവശ്യപ്പെടുകയാണ്, ഈ രാജ്യത്തെ സിവിലിയന്മാർ ഈ രാജ്യത്തിൻ്റെ പട്ടാളത്തിൻ്റെ ഭാഗമാകണം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കാം, 100% പറയാൻ കഴിയും. ഈ രാജ്യത്തുള്ള കോടിക്കണക്കിന് മുസ്ലിം യുവാക്കളും യുവതികളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറും. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഞങ്ങളെ പഠിപ്പിക്കുന്നതും അതാണ്. ഞങ്ങളുടെ അറിവുകൾ നേടുന്നത് അത്തരത്തിലാണ്. ഇത് മാത്രം എനിക്ക് ഓർപ്പെടുത്താനുള്ളൂ. ഭീകരവാദത്തിന് വളക്കൂറുള്ള ഒരു മണ്ണാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഭാരതത്തിന്റെ കാര്യം വിടൂ, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് IS-ലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യപ്പെട്ട എത്ര യുവാക്കൾ, മതം മാറ്റി എത്ര പേരെ കൊണ്ടുപോയി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അനിൽജി. മൗലവി ഇപ്പൊ എത്ര പറഞ്ഞല്ലോ, രാജ്യമാണ് മുഖ്യം എല്ലാം പറയും. അല്ല, ഒരു ചോദ്യം അതിന് ഉത്തരം പറയാം. ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ചോദിക്കണം, ഒറ്റ ചോദ്യം. മൗലവിക്ക് പിറന്ന മണ്ണാണ് ഏറ്റവും എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ലോഗൻ ഭാരത് മാതാ കീ ജയ് പറയോ എന്നാ ഞാൻ വിശ്വസിക്കാം. കാരണം ഒരു ശക്തനായ പറയണ ഇസ്ലാമിക ഞാൻ വിളിക്കാലോ, എന്താ വിഷയം? ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ് തെറ്റി. ഭാരത് മാതാ കീ ജയ് ആർക്കും വിളിക്കാം, ആരും വിളിക്കും. പക്ഷേ വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് ശ്രീ മൗലവി. ആരും വിളിക്കില്ല, വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് ശ്രീ മൗലവി. പോലെയുള്ളവരുടെ അറിവില്ലായ്മയാണ് ഇതിന് കാരണം. ഒരു അറിവില്ലായ്മയല്ല അത് കാരണം. ഞാൻ പറയാ, അല്ല നിങ്ങൾ പറഞ്ഞ ഇതിന്റെ ഉത്തരം ഞാൻ തരാം. ഒരു ഏത് ഭാരതീയനായ മുസൽമാനും എന്തായാലും ഭാരത് മാതാ കീ ജയ് എന്ന് മൗലവി വിളിച്ചത് തന്നെ എന്റെ താങ്ക് യു. ഭാരത് മാതാ കീ ജയ്. മൗലവി പറയൂ. എന്താണ് നുസ്രത്ത് ഇത്രത്തോളം വിവരമില്ലായ്മ സംസാരിക്കുന്നത്? അതായത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചെന്ന് കരുതിയിട്ട് ഒരു മുസൽമാന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നുണ്ടോ? ഒരു മുസൽമാന്റെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് നുസ്രത്ത് ജഹാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്? എന്താണ് നുസ്രത്ത് ജഹാൻ ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്നത്? എന്താണ് ഇസ്ലാം എന്ന് നുസ്രത്ത് ജഹാൻ പഠിക്കുക? ഒരു ഭാരത് മാതാ കീ ജയ് അല്ല, 100 എണ്ണം വിളിക്കാം, ഒന്നും സംഭവിക്കില്ല. എന്ത് സംഭവിക്കും? എന്റെ ഇസ്ലാം അൽ-ബഖറ സൂറത്തിലെ 2-ാമത്തെ ആയത്തിൽ പറയുന്നു, ഞാൻ ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളെ ഗ്രന്ഥം കയ്യിൽ തരുന്നതിനോട് കൂടി തന്നെ ഇതിന്റെ മുമ്പും പിമ്പും വന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവനാവണം മുസ്ലിം. ആ മുസ്ലിമാണ് ഞാന്.
ധൈര്യമായിട്ട് പറയൂ, എന്റെ രാഷ്ട്രമാണ്. ഇസ്ലാമിക ജനങ്ങളോടാ പറഞ്ഞേ, ഉച്ചരിക്കാൻ എല്ലാ മതങ്ങളെയും പറയട്ടെ, എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥമുള്ള വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനല്ലേ ഞാൻ പറയുന്നത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ വേദങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആനിന് പറഞ്ഞത്. ഇതിനു മുമ്പ് വന്ന വേദങ്ങൾ ഏതൊക്കെ വന്നു? വേദം ഇന്ത്യയിൽ വന്ന വേദങ്ങള്, ഉപനിഷത്തുകള്, അത് കഴിഞ്ഞ് തോറ വന്നു, അത് കഴിഞ്ഞ് ബൈബിള് വന്നു, എല്ലാ മതങ്ങളെയും എല്ലാ വേദങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഒരു കാര്യം, എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ തത്വസംഹിതയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഇസ്സത്തും എന്റെ ഈമാനും പണയപ്പെടുത്താത്തിടത്തോളം കാലം ഭാരതാംബയെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയുന്നതിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജയ് ശ്രീരാം എന്ന് വിളിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇസ്ലാമിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇസ്ലാമിന്റെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന എത്ര പേർ നിങ്ങളുടെ സമൂഹത്തിലുണ്ട് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. ഇപ്പൊ താങ്കളുടെ ഈ വിശാല മനസ്സ് അത് അംഗീകരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഭാരത് മാതാ കി ജയ് അല്ലെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? വിശാല മനസ്സല്ലാതെ ഞാൻ എൻ്റെ മതത്തിന്റെ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. മറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ രാജ്യത്ത് എത്രയോ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ രാജ്യത്തിന്റെ പല കോണുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒന്ന് ഞാൻ പറയാം, ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി രക്തസാക്ഷിത്വം വരിച്ച് മരണപ്പെട്ടിട്ടില്ലേ നമ്മുടെ രാജ്യത്ത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജി എന്തിനാണ് മരണപ്പെട്ടത്? എന്തിനാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്? നാം പഠിക്കേണ്ടതല്ലേ? അത് സിഖ് മതത്തിന്റെ ആരാധനാലയത്തിൽ അന്ന് പട്ടാളക്കാർ കയറി എന്നുള്ളതിന്റെ ഒരു കുറ്റാരോപണത്തിന്റെ ഭാഗമായിട്ടല്ലേ രക്തസാക്ഷിത്വം വരിച്ചത്? എന്താണെന്ന് സംഭവിച്ചത്? പഞ്ചാബിൽ വളർന്നു വന്ന വലിയൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ്, അതായത് വലിയൊരു ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയില്ല, ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന വലിയൊരു ഗ്രൂപ്പ്, ആ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ വളർന്നു വന്ന ഒരു ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഉണ്ടായി വന്ന ഒരു ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്ത ഭരണാധികാരിയായിരുന്നു ഉരുക്ക് വനിത എന്നറിയപ്പെട്ട ഇന്ദിരാഗാന്ധിജി. അതേ രീതിയിൽ തന്നെ ഞാൻ പറയുന്നു, രാജ്യത്തിന്റെ ഇന്നത്തെ നമ്മുടെ ഞാൻ ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലല്ലേ കാശ്മീരിലെ തീവ്രവാദങ്ങളെ എല്ലാം അടിച്ചമർത്തിയത്? അതുകൊണ്ട് നമുക്കൊരു അഭിമാനിക്കാവുന്ന കാര്യം, ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ ഇന്ത്യയുടെ ഇന്ന ഭാഗങ്ങളിൽ ഇവർക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത വിധത്തിൽ തുടച്ചു നീക്കപ്പെട്ടത് ഈ രണ്ട് ഭരണാധികാരികളായിരുന്നില്ലേ? അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അവർ നമ്മൾ അംഗീകരിക്കേണ്ടേ? രാജ്യത്തിൻ്റെ പൈതൃകമല്ലേ? അപ്പം ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം വർഗീയതയും മതവിദ്വേഷങ്ങളും ഇത് രണ്ടാ. ഈ മാത്രമല്ല, അതിർത്തിയിൽ നിന്ന് കടന്നു വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാഷ്ട്രങ്ങളിൽ കടന്നു വരുന്ന തീവ്രവാദവും മറ്റൊന്നാ. എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും ഓരോ വാർഡിലെ പഞ്ചായത്ത് പരിശോധിച്ചാലും വ്യക്തികളുടെ ഉള്ളിൽ വർഗീയപരമായ ചേരിതിരിവുകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് കാലഘട്ടത്തിൽ. ഒരു സംശയമില്ല കാര്യത്തിൽ. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. ഞാനിത് പറഞ്ഞത് ഇസ്ലാമിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്, എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല.